കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബോബി മാത്യു, കുടുംബം, സഭയിൽ കൂടി വരുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്കും ക്രിസ്തയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരുമിച്ചായിരിക്കാൻ സർവേശം കൃപ ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ളതായ വേദഭാഗം നമുക്ക് വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 35 മുതൽ 39 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ മനോഹരമായ രാവിലെ സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഞങ്ങളുടെ ആത്മാവിൽ ഒരുമിച്ച് ചിന്തിപ്പാനുള്ള കൃപ നൽകണം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. വളരെ വിലപ്പെട്ട സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ വൈകുന്നേരം നടന്ന മീറ്റിങ്ങിൽ എനിക്ക് സംബന്ധിപ്പാനായിട്ട് ദൈവം കൃപ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ കർത്താവിന്റെ ദാസന്മാരിൽ കൂടെ കേൾക്കുവാനിടയായി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ കർത്താവിന്റെ ദാസൻ ഇന്നലെ രാത്രികാലം ശുശ്രൂഷിച്ചത്. നെഹമ്യാവിന്റെ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം എ ബുക്ക് ഓഫ് റെസ്റ്റോറേഷൻ, അത് യഥാസ്ഥാപനത്തിന്റെ ഒരു പുസ്തകമാണ്. ഇസ്രായേൽ നടുവിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ഒരാളാണല്ലോ നെഹമ്യാവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേവാലയത്തിന്റെ പണിക്ക് വേണ്ടി ശെരുബാബേലിനെ ഉപയോഗിക്കുമ്പോൾ എസ്രായെ സംബന്ധിച്ചിടത്തോളം എസ്രാ തോറ പണ്ഡിതൻ ആണ്. ഇസ്രായേലിന്റെ ആത്മീയ യഥാസ്ഥാപനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. അപ്പോൾ തന്നെ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിന് ജനിച്ചുവെങ്കിൽ തന്നെയും യെരൂശലേമിനെ കുറിച്ചൊന്നും ഒരുപാട് കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിലും അവിടെ കഷ്ടമനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ജനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, അപ്പോൾ തന്നെ യെരൂശലേം പട്ടണത്തിന്റെ മതിലിന്റെ പടിക്ക് വേണ്ടി ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ഒരു ദൈവദാസനായിരുന്നല്ലോ നെഹമ്യാവ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അവരുടെ ദുരന്തങ്ങൾ, ഡിസാസ്റ്റർ ഇസ് ദ ലാംഗ്വേജ് ഓഫ് ഗോഡ്. ദുരന്തം ദൈവത്തിന്റെ ഭാഷയാണ്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു, പ്രമാണം മറന്ന്, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ദൈവത്തിന്റെ വചനം മറന്ന് ജീവിച്ചതിന്റെ അനന്തരഫലമാണ് അവർ അനുഭവിക്കേണ്ട ദുരന്തങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ശലോമോന്റെ മരണത്തിന് ശേഷമായിട്ട് ഇസ്രായേൽ വിഭജിക്കപ്പെട്ടു. നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം, തെക്കൻ രാജ്യവും വടക്കൻ രാജ്യം. വടക്കൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇസ്രായേൽ എന്നറിയപ്പെടുന്ന വടക്കൻ രാജ്യം ഇതിന് സംഭവിച്ച ദുരന്തങ്ങളെ കുറിച്ചാണ്. അവരുടെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ട നിലയിലേക്ക് മാറി. എന്നാൽ തെക്കൻ സംസ്ഥാനം പിന്നെ കൽദയർ അവർ ആക്രമിച്ചു, ബാബിലോണിനെ ആക്രമിച്ച് 3 പ്രാവശ്യം അടുപ്പിച്ച് ആക്രമിച്ചു. ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എങ്കിലും സ്നേഹവാനായ ദൈവം ഇസ്രായേലിനോടുള്ള മനസ്സറിവ് നിമിത്തം അവർ യഥാസ്ഥാപനപ്പെടുത്താനായിട്ട് ദൈവം തന്റെ ഭക്തന്മാരെ ഉപയോഗിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിരുന്നത് ഇന്നലെ രാത്രികാലം കേൾക്കുവാൻ ഇടയായി തീർന്നത്. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. വായിച്ച വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിന് 35 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ. നമുക്കറിയാം ദൈവത്തിന്റെ സഭയെ എഴുത്തുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ഒരു വലിയ മനുഷ്യനാണ് പൗലോസ് എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പൗലോസ് രക്തസാക്ഷിയായിട്ട് വർഷങ്ങൾ വലുത് കഴിഞ്ഞുവെങ്കിലും നമുക്കറിയാമല്ലോ, ദൈവത്തിന് സ്തോത്രം, പൗലോസ് എഴുതിയ വചനങ്ങൾ ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ദൈവവചനത്തിന്റെ ശക്തി, ഇറ്റ്സ് എ പവർ ആൻഡ് സാൽവേഷൻ. ഇത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയായി തീർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എഴുത്തുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ക്ഷരമില്ലാത്തതാണ്, മരണമില്ലാത്തതാണ് അക്ഷരങ്ങൾക്ക്. അതുകൊണ്ട് എഴുതാനായിട്ടൊക്കെ കഴിവുള്ളവർ നിശ്ചയമായിട്ടും എഴുതിയിരിക്കണം. കാരണം നിങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞാലും നിങ്ങളുടെ എഴുത്തുകൾ ജീവിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും നാം മറക്കരുത്.
ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ എഴുത്തുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങൾക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചലനം സൃഷ്ടിക്കുന്നതാണ്, നമ്മെ ഒരു ആത്മീയ ചൈതന്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. ഓയമിന്റെ സ്ഥാപകനായിരുന്ന ജോർജ് ഓർവെൽ ഒരിക്കൽ പറഞ്ഞു, "Give me 26 lead soldiers, I can conquer the world." നിങ്ങൾ 26 ഈയപ്പടയാളികളെ എനിക്ക് തരിക, എനിക്ക് ലോകത്തെ നേടാനായിട്ട് കഴിയും. കാരണം ഈയപ്പടയാളികൾ അല്ലെങ്കിൽ 26 ലെറ്റേഴ്സ് അത് തന്റെ പ്രസിൽ നിരന്നു കഴിയുമ്പോൾ അത് പ്രിന്റ് ചെയ്യുന്ന ദൈവവചനം നമുക്കറിയാമല്ലോ, അത് ഒരുപാട് ക്രിയകൾ മനുഷ്യഹൃദയങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. ഗവൺമെന്റ് മിനിസ്ട്രി നമുക്കറിയാം കൂടുതൽ ലിറ്ററേച്ചർ ഇവാഞ്ചലിസമാണല്ലോ. അവരെ ദൈവത്തിന്റെ വചനം അടക്കം ചെയ്തിരിക്കുന്ന പുസ്തകങ്ങളും ലഘുലേഖകളൊക്കെ കൊടുക്കുന്ന രീതിയാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും എഴുത്തുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. പൗലോസിന്റെ എഴുത്തുകൾ, ഈ റോമാലേഖനം അനേകരുടെ ഹൃദയങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. മാർട്ടിൻ ലൂതറിനെ കുറിച്ച് അറിയാം, ദ ഫാദർ ഓഫ് റിഫർമേഷൻ, നവീകരണത്തിന്റെ ജനീതാവാണ് മാർട്ടിൻ ലൂതർ. തന്റെ ജീവിതത്തെ പാടെ മാറ്റിമറിച്ചത് റോമാലേഖനത്തിന്റെ വാക്യശേഖരമാണത്. 1:16 വാക്യങ്ങളിൽ നീതിവാൻ വിശ്വാസത്താൽ ജീവിക്കുന്നുള്ള വാക്യം തന്നോട് ഇടപെട്ടു. കർമ്മമാർഗങ്ങൾ കൂടി രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നവനായിരുന്നു ലൂതർ. എന്നാൽ അതിനെയൊക്കെ തകിടം മറിക്കുന്ന ഒരു ദൈവിക ഇടപെടൽ തന്റെ ജീവിതത്തിൽ ഉണ്ടായി. അത് തന്നെ വാസ്തവത്തിൽ ഒരു വ്യത്യാസത്തിലേക്ക് നയിച്ചു. സുവിശേഷത്തിന്റെ സത്യങ്ങൾക്ക് വേണ്ടി, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിന് വേണ്ടി ശക്തമായിട്ട് നിലകൊള്ളുവാനായിട്ട് ലൂതറിന് കഴിഞ്ഞു. ലൂതറിന്റെ എഴുത്തുകളും പ്രസംഗങ്ങളും ഒക്കെയാണല്ലോ കത്തോലിക്ക സഭ അത് ദൈവത്തിന് സ്തോത്രം പിളർന്ന് ലൂതറൻ സഭ ഉടലെടുക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ജർമ്മനിയിലെ പ്രസിദ്ധമായിട്ടുള്ള വിറ്റൻ ചർച്ച് പള്ളിവാതിക്കൽ 95 കൂട്ടം കാര്യങ്ങൾ എഴുതി. അത് വാസ്തവത്തിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു. റോമൻ കത്തോലിക്ക സഭ പിളർന്ന് ലൂതറൻ സഭ ഉണ്ടായെന്ന് നമുക്ക് അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവവചനം ഏതെല്ലാം നിലയിലാണ് ക്രിയ ചെയ്യുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. മാർട്ടിൻ ലൂതറിന് റോമാലേഖനത്തിന്റെ വ്യാഖ്യാന പുസ്തകത്തിന്റെ പ്രിഫേസ് അവതാരിക വായിക്കുമ്പോഴാണ് ജോൺ വെസ്ലി എന്ന് പറയുന്ന ദൈവദാസൻ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കപ്പെട്ടത്. ജോൺ വെസ്ലിയെ കുറിച്ച് നമുക്കറിയാം, ക്രൈസ്തവ സഭയ്ക്ക് 400 വിശിഷ്ട ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു വലിയ മനുഷ്യൻ. 40 നീണ്ട വർഷങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു, കർത്താവിന് വേണ്ടി പ്രയത്നിച്ചു. 40,000 പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വായിക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, 2.5 ലക്ഷം മൈൽ അദ്ദേഹം കുതിരപ്പുറത്ത് സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ചിട്ടുണ്ടെന്നാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാർട്ടിൻ ലൂതറിനെ ദൈവത്തിന് സ്തോത്രം അതിന്റെ അവതാരിക താൻ റോമാലേഖനം എഴുതിയ പുസ്തകത്തിന്റെ അവതാരിക വായിക്കുമ്പോഴാണ് താൻ ഈ നിലയിലേക്ക് വ്യത്യാസങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ ഇടയായി തീർന്നെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. ചിലർ പറയുന്നു അദ്ദേഹത്തിന്റെ ഒരു ബൈബിൾ സ്കൂൾ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് താൻ വിശ്വാസത്തിന്റെ പാതയിൽ. എന്തായിരുന്നാലും ഒരുപാട് സ്വാധീനമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മാർട്ടിൻ ലൂതർ ജോൺ വെസ്ലി ആണല്ലോ മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ. അതുപോലെ തന്നെയാണ് സെന്റ് അഗസ്റ്റിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. തന്റെ മാതാവ് മോണിക്കയെ സംബന്ധിച്ചിടത്തോളം താൻ വീടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കാൽ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്, നീ ദുർമാർഗയായിട്ട് ജീവിക്കരുത്. താൻ ഒരിക്കൽ ആംബ്രോസിന്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ട് ഒരു പൂന്തോപ്പിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടടുത്തുള്ള ഒരു 2 നിലക്കെട്ടത്തിന്റെ മുകളിൽ നിന്ന് ഒരു യൗവനക്കാരിയായ പെൺകുട്ടി റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 13ഉം 14ഉം വാക്യങ്ങൾ അതിൽ അടക്കം ചെയ്തുള്ളതായ ഒരു പാട്ട് കേട്ടു. അത് തന്നെ ഒരുപാട് സ്വാധീനിച്ചു. അങ്ങനെയാണ് അഗസ്റ്റിൻ വിശ്വാസത്തിന്റെ പാതയിലേക്ക് നയിക്കപ്പെട്ടത്. ഞാൻ ഇതൊക്കെ പറഞ്ഞതിന്റെ കാരണം സുവിശേഷത്തിന്റെ ശക്തി, പവർ ആൻഡ് സാൽവേഷൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ശക്തിയായി തീർന്നുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സുവിശേഷത്തിന് എന്നും അതിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഐ എം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. മോഫറ്റ് എന്ന് പറയുന്ന വേദപണ്ഡിതൻ അത് പരിഭാഷപ്പെടുത്തുമ്പോൾ, ഐ എം പ്രൗഡ് ഓഫ് ദിസ് ഗോസ്പൽ, ഈ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെയൊക്കെ തകർന്ന ജീവിതത്തെ പണിയാനായിട്ട് സുവിശേഷത്തിന് കഴിഞ്ഞല്ലോ. അതാണല്ലോ നമ്മളെ വ്യത്യസ്തപ്പെടുത്തിയത്. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, വേദപുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളും നഷ്ടപ്പെട്ടാലും റോമാലേഖനം 8-ാം അധ്യായം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. There shall not be any condemnation for those who are in Christ. ക്രിസ്തേശു ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മുടെ ശിക്ഷാവിധി മാറ്റി, ശിക്ഷാ വസ്ത്രം മാറ്റി രക്ഷാവസ്ത്രം ദൈവം നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമുക്കറിയാം ഈ അധ്യായത്തെ, ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തെ 8 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഡോക്ട്രിനിലാണ്, ഉപദേശപരമായ കാര്യങ്ങളാണ്. രണ്ടാമത് 9 മുതൽ 11 അധ്യായങ്ങളിൽ അത് പ്രൊഫറ്റിക്കലാണ്, പ്രവചനപരമായ കാര്യങ്ങളാണ്. 12 മുതൽ 16 വരെ അധ്യായങ്ങളിൽ പ്രാക്ടിക്കൽ, പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ, അല്ലെ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ദൈവവചനം നാം ധാരാളം കേൾക്കുന്നുണ്ട്, മീഡിയയിൽ കൂടെ ഒരുപാട് കേൾക്കുന്നുണ്ടാൽ വചനത്തിനനുസരിച്ച് ജീവിതം പണിയാനായിട്ട് കഴിയുന്നുവെങ്കിൽ അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ഇവിടെ അവിടെ പിന്നെ വായിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ, 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം, പാപത്തിന്റെ പ്രമാണം എന്നാണ്, അല്ലെ. ആത്മാവെന്ന് പറയുന്ന പദപ്രയോഗം വാസ്തവം നമുക്കറിയാം ഇവിടെ 19 പ്രാവശ്യമാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മുടെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണം എന്ന് പറയുമ്പോൾ അത് മരണവാദിക ദർശനം, മരണത്തിന്റെ ഭയങ്കരതയിൽ നിന്ന് ചുമ്മാന ഹത്തന ശാമ്പൽമാന ദൈവം വിടുവിച്ചു എന്നത് ഓർക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടപ്പെട്ടവർ. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഫോംഡ് us. ദൈവം നമ്മെ ഉണ്ടാക്കി, അല്ലെ. നിലത്തെ പൊടിയുന്ന മനുഷ്യനെ ഉണ്ടാക്കി, അവന്റെ മൂക്കിൽ ജീവശ്വാസം പുതിയ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. നിലത്തെ പൊടി എന്ന് പറയുമ്പോൾ റെഡ് എർത്ത്, ചുമന്ന മണ്ണിൽ നിന്ന്, അല്ലെ, അതിൽ നിന്നാണല്ലോ ഈ ചുവന്ന മണ്ണിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. അടമ, ദൈവത്തിന് സ്വന്തം, അതിൽ നിന്നാണ് ആഡം എന്നൊക്കെ പറയുന്ന പദം എടുത്തിരിക്കുന്നത്. അപ്പൊ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. പരിണാമത്തിന്റെ പരിണിത ഫലമല്ല മനുഷ്യൻ, മറിച്ച് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടുള്ളത്. നമുക്കറിയാം, പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ദൈവത്തിന്റെ വായിൻ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മാൻ ഈസ് ദ ഹാൻഡ് വർക്ക് ഓഫ് ഗോഡ്. മനുഷ്യൻ ദൈവത്തിന്റെ കൈവേലയാണ്. ഗോഡ് ഫോംഡ്, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ. നമുക്കറിയാമല്ലോ, പരിണാമ സിദ്ധാന്തക്കാരൊക്കെ ഒരുപാട് വാദഗതികളൊക്കെ നടത്താറുണ്ട്. അണുവിൽ നിന്നും ചെടി ഉണ്ടായെന്നും, ചെടിയിൽ നിന്നും മത്സ്യം ഉണ്ടായെന്നും, പിന്നെ പക്ഷിയായെന്നും, പിന്നെ കുരങ്ങായെന്നും, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ലോകത്തെ മനുഷ്യന്റെ 6000 കൊല്ലത്തെ മനുഷ്യജീവന്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ അവിടെയൊന്നും ദൈവത്തിന് സ്തോത്രം വലുപ്പച്ചെറുപ്പം ഉണ്ടാകുന്നല്ലാതെ ഒരു പരിണാമങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട, ദൈവത്തെ ആരാധിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ഗോഡ് ഫോംഡ്, ദൈവം മനുഷ്യനെ ഉണ്ടാക്കി നിർമ്മിച്ചു. നിലത്തെ പൊടിയിൽ നിന്നുണ്ടാക്കിയ ഈ മനുഷ്യൻ ദൈവത്തിന് സ്തോത്രം. എന്ന് സാത്താൻ എന്ത് ചെയ്തു? വളരെ തന്ത്രപൂർവമായിട്ട്, നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതുകൊണ്ടല്ലയോ ആത്മീയ മരണം മനുഷ്യനിലേക്ക് ഉണ്ടായത്. ശാരീരിക മരണവും ആത്മീയ മരണവും, അല്ലെ, ഫിസിക്കൽ ഡെത്തും സ്പിരിച്വൽ ഡെത്തും ഒരുപോലെ ഉണ്ടായി ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ സാത്താൻ വിരൂപമാക്കി, അല്ലെ. വിരൂപമാക്കി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം മനുഷ്യന്റെ നിയമലംഘനം മൂലം ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, മരണത്തിന് അധീനരായി, ബലഹീനരായി, രോഗികളായി, അഭക്തരായി, അനുസരണം കെട്ടവരായി, ശത്രുക്കളായി, അല്ലെ. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, അല്ലെ. അപ്പം ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റി, അതായത് Satan deformed us. അതുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ്? മനുഷ്യൻ മരണത്തിന് എന്നേക്കുമായി ജീവിക്കേണ്ട മനുഷ്യൻ മരണത്തിന് അധീനനായി, അല്ലെ. ബലഹീനരാക്കി, നമ്മളെ രോഗികളാക്കി, അഭക്തരാക്കി, അതുമാത്രമല്ല അനുസരണം കെട്ടവരാക്കി, ശത്രുക്കളാക്കി എന്ന് കാണുവാൻ കഴിയുന്നു, അല്ലെ.
ദൈവത്തിന്റെ ഉദ്ദേശം ദൈവത്തെ ആരാധിക്കാനായിട്ട് സേവിക്കാനായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വളരെ തന്ത്രപൂർവമായിട്ട് പിശാച് വഞ്ചിച്ചു എന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായി അല്ലെ. അനുസരണം കെട്ടവരും ശത്രുക്കളും ബലഹീനരും ഒക്കെ ആക്കി അഭക്തരാക്കി തീർത്തുനിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവം തന്നെ മഹാമനസ്കതയിൽ ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വാസ്തവത്തിൽ വാട്ട് ഗോഡ് ഡിഡ് ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോംഡ് us through ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി. 3 കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്പർ 1, ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സ്പിരിറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തി. എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ദൈവം തന്നെ മഹാമനസ്കതയിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ആത്മാവിനെ രൂപാന്തരപ്പെടുത്തി അല്ലെ. ദൈവത്തിന് സ്തോത്രം ചെയ്യും. നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അതിന്റെ ഭയങ്കര ദൈവം വിടുവിക്കുവാനായിട്ട് മനസ്സ് വെച്ചു. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്പിരിറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. രണ്ടാമത്തെ കാര്യം ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിനെ ദൈവം രൂപാന്തരപ്പെടുത്തി എന്ന് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയും, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി സമർപ്പിക്കുന്നതാണ്. ഈ ജീവനും വിശുദ്ധിയും ദൈവത്തിനും പ്രസാദമുള്ള ഒരു യാഗമായി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവത്തിന്റെ സ്തോത്രം. റിന്യൂയിങ് ദ സ്പിരിറ്റ്. ആത്മാവിന്റെ പുതുക്കം നമ്മുടെ മനസ്സ് നടന്നു എന്ന് കാണുവാൻ കഴിയുന്നു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിന് 8-9 വാക്യം വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 13 ഈ മനസ്സിന്റെ രൂപാന്തരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അബ്രാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരെ. ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടു പിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ കൊള്ളാം, നീ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എന്റെ ഇടയന്മാരും നമ്മുടെ ഇടയിലൊന്നും ഒരു ശണ്ടയും വേണ്ട. മനസ്സ് രൂപാന്തരപ്പെട്ടാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ തമ്മിൽ ഒരു ശണ്ടയും വേണ്ട. നീ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തു, ഇടത്തോട്ടെങ്കിൽ വലത്തോട്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനസ്സിന്റെ രൂപാന്തരം. ഇനി ഞാൻ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം വായിച്ചു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം. തന്റെ സഹോദരന് ബദ്ധനാക്കി കൊണ്ടുപോയി എന്ന് അബ്രാം കേട്ടപ്പോൾ അവൻ തന്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായ 318 പേരെ കൂട്ടിക്കൊണ്ട് ദാൻ വരെ പിന്തുടർന്നു. ഇവിടെ 318 അഭ്യാസികളെ കൂട്ടിക്കൊണ്ട് ജാതീയ രാജാക്കന്മാർ ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി. ഭാര്യ അമ്മയും മക്കളെയെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവൻ ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അബ്രഹാം ഒന്നും പറഞ്ഞില്ല. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞില്ല. മനസ്സ് ദൈവത്തിന്റെ സ്തോത്രം രൂപാന്തരപ്പെട്ട അബ്രഹാം ഉണ്ടല്ലോ, തന്റെ അഭ്യാസികളെ കൊണ്ടുപോയി അവൻ ലോത്തിനെ അവന്റെ സമ്പത്തും ഭാര്യ കുഞ്ഞുങ്ങളെയെല്ലാം സ്ത്രീകളെയെല്ലാം മടക്കിക്കൊണ്ടുവന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ഇതാണ് മനസ്സിന്റെ രൂപാന്തരം. ആത്മീയ ജീവിതത്തിന് ഇങ്ങനെ മനസ്സ് പുതുക്കി, റിന്യൂയിങ് ദ സ്പിരിറ്റ് ഓൾവേസ്. ആത്മാവിലൊരു പുതുക്കം അല്ലെ. ഈ ആത്മീയ യോഗങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക, വ്യത്യസ്തപ്പെടുത്തുക, ട്രാൻസ്ഫോർമേഷൻ നടക്കുക. ദൈവത്തിന് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. രൂപാന്തരം എന്നുള്ളത് മനസ്സ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് മൈൻഡ്. ഇനി അവിടെ കൊണ്ട് അവസാനിച്ചില്ല. 3-ാമതൊരു രൂപാന്തരമുണ്ടത് ശരീരത്തിന്റെ രൂപാന്തരമാണ് അല്ലെ. അതായത് ഈ ബോഡിക്ക് ഒരു ട്രാൻസ്ലേഷൻ. ഇപ്പൊ നമുക്ക് ഈ ശരീരത്തിന് ക്ഷീണമുണ്ട്, ക്ലേശങ്ങളുണ്ട്, രോഗമുണ്ട്, പ്രതിസന്ധികളാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നതാണ്. മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും അല്ലെ. അതിന്റെ ഒരു അഡ്വാൻസ് ആയിട്ടാണ് നമുക്കറിയാം. ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മനസ്സിന്റെ രൂപാന്തരത്തെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പ് ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു വീണ്ടെടുപ്പ്. സൃഷ്ടി ദൈവത്തിന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. പിന്നെ ഒടുവിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നാം എല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ക്രൈസ്തവ സഭയുടെ നിലനിൽപ്പ് തന്നെ നമുക്കറിയാമല്ലോ.
ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച്, ശരീരത്തിന് രൂപാന്തരം ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്ഷീണമുള്ള ക്ലേശമുള്ള ഈ ശരീരത്തിന്റെ സ്ഥിതിക്ക് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശരീരത്തിന്റെ രൂപാന്തരം 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങുവരെയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തി നിൽക്കും ജീവനോടെ ശിക്ഷിക്കുന്നവരായ നാം അവരോട് ആകാശത്തിൽ അവനെതിരെ ഈ ശരീരത്തിന് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർക്കും. ദൈവത്തിന്റെ സ്തോത്രം. ശരീരത്തിൽ ജീവിക്കുന്നവർക്ക് രൂപാന്തരം ഉണ്ടാവും, അല്ലെ? ക്രിസ്തുവിൽ മരിക്കുന്നവരും, അല്ലെ? അപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരും വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ ശരീരത്തിന്റെ അതിന്റെ അഡ്വാൻസ് ആയിട്ടാണ് പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അപ്പോൾ പാപത്തിന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും, അല്ലെ? പാപം നമുക്കറിയാമല്ലോ. പാപം അമാർത്തിയ, മിസ്സിംഗ് ദ മാർക്ക്, ലക്ഷ്യം തെറ്റുക എന്നുള്ളതാണ് പാപത്തിന്റെ നിർവചനം. ദൈവത്തിന്റെ സ്തോത്രം. പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്നതേക്കും മരിക്കും. വേദപുസ്തകത്തിന് 3 മരണങ്ങളാണ്. ആത്മീയ മരണം, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നകന്നപ്പോൾ ആദ്യം സംഭവിച്ച ആത്മീയ മരണം. ആത്മീയ മരണത്തിന്റെ ഭയങ്കരതയിൽ വിടുവിക്കുവാൻ ദൈവം തന്റെ പുത്രനെ ആ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു തന്റെ ക്രൂശ് മരണ ഹൃദയത്തിൽ അംഗീകരിക്കുന്നവർക്ക് ആത്മീയ മരണത്തിന് ഉയർപ്പ് ലഭിക്കുകയും അങ്ങനെയുള്ളവരെ ശാരീരികമായിട്ട് മരിച്ചാലും നിത്യമായ മരണം, നിത്യമരണം എന്ന് പറയുന്നത് എറ്റേണൽ ഡെത്ത് ആണ്, അല്ലെ? നിത്യമായ മരണമാണ്. നിത്യമായ മരണത്തിൽ രോഗപ്രകാരം നമുക്കൊന്നുമില്ലെങ്കിലും നിത്യമരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചല്ലോ. നരകത്തിന്റെ ഭയങ്കരതയിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചത് ഓർക്കുമ്പോൾ എങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതിരിക്കും? ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ പോലും എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ കയറ്റിയിരിക്കുന്നു, ഞാൻ കുഴിയിറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. പാതാളത്തിൽ 3 തട്ടാണല്ലോ. മുകളിലത്തെ പാതാളം, മധ്യപാതാളം, ദൈവത്തിന് സ്തോത്രം, അടിയിലത്തെ പാതാളം, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ പാതാള പർദീസ, പഴയ നിയമകാലങ്ങളിൽ മരിക്കുന്ന വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പാതാള പർദീസയിലേക്ക് പോകുന്നത്, അതായത് പുനരുത്ഥാനം വരെ നിവസിക്കുന്ന ഒരു സ്ഥലമാണല്ലോ പർദീസ എന്ന് പറയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് ശേഷമായിട്ട് നമുക്കറിയാം മരിക്കുന്ന വിശുദ്ധന്മാരെല്ലാം സ്വർഗീയ പർദീസയിൽ കർത്താവിന്റെ മടിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. 3-ാമത്തെ പാതാളം എന്ന് പറയുന്നത് യാതനാസ്ഥലമാണ്. ദൈവത്തെ കൂടാതെ മരിക്കുന്നവരുടെ ആത്മാക്കൾ നരകത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇത് മുകളിലത്തെ പാതാളം, മധ്യപാതാളം, അടിയിലത്തെ പാതാളം, അല്ലെങ്കിൽ യാതനാസ്ഥലം. അപ്പൊ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ എന്നോടുള്ള നിന്റെ ദയ വലുതല്ലോ, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ കയറ്റിയിരിക്കുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയും, നീ എന്റെ പ്രാണനെ അധമ പാതാളത്തിൽ വിടുവിച്ചിരിക്കുന്നു, അല്ലെ? ഞാൻ നിങ്ങളുമൊക്കെ യാതനാസ്ഥലത്തേക്ക് പോകേണ്ടവരായിരുന്നു, അധമ പാതാളത്തിലേക്ക് പോകേണ്ടവരായിരുന്നു, നരകത്തിലേക്ക് പോകേണ്ടവരായിരുന്നു. എന്നാൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മെ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ ദൈവം വിടുവിച്ചു എന്നത് ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് ദൈവത്തിന്റെ സ്തോത്രം, അല്ലെ? നമ്മുടെ ശിക്ഷാവസ്ത്രം മാറ്റി രക്ഷാവസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നല്ലോ. രക്ഷ എന്ന ശിരസ്ത്രം നമ്മെ ദൈവം അണിയിച്ചിരിക്കുന്നത് ഓർക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോ അതുകൊണ്ട് ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ 8-ാം അധ്യായം പോൾ ആൻഡ് ഹിസ് പെർസിക്യൂട്ടഡ് ചർച്ച്, പൗലോസും അവന്റെ പീഡിപ്പിക്കപ്പെടുന്ന സഭയുമാണ് അവിടുത്തെ വിഷയമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാ. അപ്പൊ നമുക്കറിയാം, ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ചു. അങ്ങനെ പാപത്തിന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ജഡത്തെയല്ല, അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 35-ാമത്തെ വാക്യത്തിൽ, ഹൂ ഷാൽ സെപ്പറേറ്റ് us
ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരെന്നാണ് അല്ലെ? അവിടെ സ്നേഹം എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ് സ്നേഹം. നമുക്കറിയാം, നമ്മുടെ പാട്ട് ആരംഭിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സ്നേഹത്താൽ ഉള്ളം നിറയുന്നല്ലോ അല്ലെ? ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമ്മെ ഒരു പ്രത്യേക നിലയിലേക്കാണ് നടത്തുന്നത്. സ്നേഹത്തിന് ഒരുപാട് വാക്കുകളൊക്കെ ഉണ്ട് ഗ്രീക്കിൽ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇറോസ് എന്ന് പറയുന്ന ഒരു പദമുണ്ട്. പെട്ടെന്നുള്ള ഒരു വികാരത്തിനുള്ള സ്നേഹമാണ്. പെട്ടെന്നുള്ളത് അത് കാരണലാകാം, ജഡീക സ്നേഹമാകാം ദൈവത്തിന്. അപ്പോൾ തന്നെ ഫിലയോ മറ്റുള്ളതുകൊണ്ട് ടിറ്റ് ഫോർ എ ടാറ്റ്, ഒരു പ്രത്യുപകാര സ്നേഹമാണ് ദൈവത്തിന്. ചോർഗി എന്ന് പറയുന്ന മറ്റു പദമുണ്ട്, അത് ഫാമിലി ലവായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അത് ആ 3 പദങ്ങൾ മാറി നിൽക്കട്ടെ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന അഗപ്പെ, ഡിവൈൻ ലവ് എന്ന്, കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം അല്ലെ? തനിക്ക് നൽകാവുന്ന വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റായ സമ്മാനമായ ക്രിസ്തുവിനെ തന്നു നമ്മെ സ്നേഹിച്ചു. നാം അധർമ്മികളായിരുന്നപ്പോൾ, പാപികളായിരുന്നപ്പോൾ, ദോഷികളായിരുന്നപ്പോൾ, ഒരു കണ്ണിന് ദൈവമായിരുന്നപ്പോൾ, നാം ആയിരുന്ന അവസ്ഥയിൽ നമ്മെ ദൈവം സ്വീകരിച്ചു, ഏറ്റെടുത്തു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ചാൽ നിബന്ധനകളില്ലാത്ത സ്നേഹമാണ്. നിബന്ധനകൾ, ഒരു നിബന്ധനയും വെച്ചില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത അതാണ്, അൺകണ്ടീഷണൽ. മുടിയൻ പുത്രനെ മുടിയൻ പുത്രൻ എന്ന് വാക്കൊന്നുമില്ല ദൈവത്തിന് സ്വന്തം, അപ്പന്റെ ഇളയ പുത്രൻ എന്നാണ് അല്ലെ? അവനെ അപ്പൻ സ്വീകരിച്ചത് അവൻ ആയിരുന്ന അവസ്ഥയിലാണ് അല്ലെ? ഈ മുടിയൻ പുത്രന്റെ ഈ ഉപമ പഠിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകത്തിൽ പിന്നെ കോടതി ഭാഷ ഉപയോഗിച്ചുള്ളതായ ഒരു സ്ഥലമാണ് അവിടെ. വസ്തുവിൽ എനിക്ക് വരേണ്ടെന്ന് പറഞ്ഞു, ഞാൻ ലീഗൽ റൈറ്റ് തരണമെന്ന് പറഞ്ഞ് ലീഗൽ റൈറ്റ് വാങ്ങിച്ചുകൊണ്ട് പോയ ആളാണ് ആരാ? ഈ ഇളയപുത്രൻ. ദൈവം ഈ സ്നേഹത്തിന്റെ ഭവനത്തിൽ ഇങ്ങനൊന്നും വാദപ്രതിവാദങ്ങളൊന്നും നടത്തേണ്ട കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്, അങ്ങനെ വരേണ്ടുന്ന പങ്കുമൊക്കെ വാങ്ങിച്ച് പോയി ഇഷ്ടം പോലെ ജീവിച്ച് ഈ സമ്പത്തെല്ലാം നാനാവിധമാക്കി തീർത്ത് എല്ലാം തീർന്ന ശേഷം എന്ന പറഞ്ഞു, എല്ലാം തീർന്നു, ദൈവത്തിന് സ്തോത്രം. എല്ലാം ചെലവായ ശേഷം അവന് മുട്ടുവന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, അവൻ എവിടെ പന്നിക്ക് കൊടുക്കുന്ന വാള് വരെ തിന്നേണ്ടതായ ഒരു സ്ഥിതിവിശേഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ എല്ലാം ചെലവഴിച്ച ശേഷം ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലക വരെ കണ്ട് ഒന്നുമില്ലാത്തവനായി ഒട്ടിയ കവിളും ദൈവത്തിന് സ്തോത്രം കുഴിഞ്ഞ കണ്ണുകളും ഒക്കെ ആയിട്ട് കീറിപ്പറിഞ്ഞ് വസ്ത്രങ്ങളുമായിട്ട് അപ്പന്റെ അടുക്കിലേക്ക് വരുന്നു അല്ലെ? ഇന്നത്തെ അപ്പന്മാരൊക്കെയാണ് പറയും വ്യവസ്ഥ വെച്ചേനെ, കാരണം ഇവിടെ നീ കൊണ്ടുപോയതൊക്കെ കൊണ്ട് തന്നിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി. അങ്ങനെയല്ല, അവനായിരുന്ന അവസ്ഥയിൽ അവനെ സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതാണ് ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നമുക്കത് ഒരു നിദർശനം. അതാണ് ആയിരുന്ന അൺകണ്ടീഷണൽ, നിബന്ധനകളില്ലാത്ത സ്നേഹം. ഒരു നിബന്ധനയും വെച്ചിട്ടില്ല. ആയിരുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ സ്വീകരിച്ചു എന്നത് ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. അതാണ് അൺകണ്ടീഷണൽ ലവ്, ദൈവത്തിന്റെ സ്തോത്രം. പിന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇത് സാക്രിഫിഷ്യൽ ആയിട്ടുള്ള ലവ് ആണ്. വളരെ ത്യാഗപൂർണമായ ഒരു സ്നേഹമാണ് അല്ലെ? ത്യാഗപൂർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, യഹൂദന്മാരുടെ ഇടയിൽ അവിടുത്തെ ധനാഠ്യരായ സ്ത്രീകളൊക്കെ വാസ്തവത്തിൽ ക്രൂശിക്കപ്പെടുന്നവർക്കൊക്കെ ഒരു ലായനി കൊടുക്കാറുണ്ട്. അത് കുടിച്ചു കഴിയുമ്പോഴേക്കും അങ്ങ് ഇൻടോക്സിക്കേറ്റഡ് ആകും, മയക്കം ഉണ്ടാകും, വേദന അറിയാതെ മരിക്കാനായിട്ടുള്ള ലായനി കൊടുത്തിട്ട് അതും അവനത് ദൈവത്തിന് സ്തോത്രം പൂർണ്ണമായിട്ട് നിഷേധിച്ച് വേദന മുഴുവൻ അനുഭവിച്ച്, അതാണ് സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപൂർണമായ ദൈവത്തിന്റെ സ്നേഹം അല്ലെ? അവൻ തന്റെ ശരീരത്തിൽ ആ വേദന അനുഭവിച്ചാണ് നമുക്ക് വേണ്ടി മരിച്ചത്. ഇത് സാക്രിഫിഷ്യലായിട്ട് ത്യാഗപൂർണമായ സ്നേഹമാണ് ദൈവം. അപ്പൊ തീർച്ചയായിട്ടും ആ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എത്രമാത്രം വിശേഷിപ്പിച്ചാലും കഴിയത്തില്ല.
അത്രമാത്രം ശ്രേഷ്ഠമാണ്, വളരെ സാക്രിഫിഷ്യൽ ലവ്. അത് മാത്രമല്ല, ഫോർഗീവിംഗ് ലവ്, അത് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുന്ന ഒരു സ്നേഹമാണ്. അല്ലെ? ദൈവത്തിന്റെ സ്വന്തം ദൈവത്തിന്റെ സ്നേഹത്തിന് എത്ര വർണ്ണിച്ചാലും നമുക്ക് അത് എത്തിപ്പെടത്തില്ല. കാരണം അത്രമാത്രമാണ്. ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ, നിബന്ധനകളില്ലാത്ത സ്നേഹം, ത്യാഗപൂർണമായ സ്നേഹം, മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്വന്തം. ഈ ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ എങ്ങനെയാണ് നമുക്ക് മറികടന്നു പോകാനായിട്ട് കഴിയുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം ഉള്ളിൽ കടന്നു വന്നാൽ അത് നിമിത്തം ഞാൻ ഇതെല്ലാം സഹിക്കുന്നു, അത് നിമിത്തം ജാതികളായ നിങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാരണം എന്താ? ദൈവസ്നേഹം ഉള്ളിൽ നിറഞ്ഞു കവിയുന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേമിൽ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, അവിടെ വെച്ച് മരിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ബന്ധനങ്ങൾക്ക് അറ്റങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു പരിശുദ്ധാത്മാവ് പറയുന്നു. ഞാൻ അവയൊന്നും കാണുന്നില്ല. യെരൂശലേമിൽ ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, അവിടെ വെച്ച് മരിക്കുവാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. ഐ ആം റെഡി ഫോർ ദാറ്റ്. അല്ലെ? അപ്പോൾ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്രകളാണ് ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് റിയൽ ആയിട്ട് അഗപ്പേ, ഡിവൈൻ ലവ് ആണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് സാക്രിഫിഷ്യൽ, ത്യാഗപൂർണമായ സ്നേഹമാണ്. മനഃപൂർവ്വമായി ക്ഷമിക്കുന്ന സ്നേഹമാണ്. നിബന്ധനകളില്ലാത്ത സ്നേഹം. ഈ സ്നേഹത്തിൽ നിന്ന് എങ്ങനെയാ ഉതിർക്കാനായിട്ട് കഴിയുന്നത്? ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ത്യാഗപൂർണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആഴങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാമല്ലോ, തമിഴ്നാടും രാമേശ്വരമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. വളരെ വിശേഷപ്പെട്ട ഒരു പാലമാണത്. 2 കിലോമീറ്റർ, 2.3 കിലോമീറ്റേഴ്സ് ആ പാലം. അതായത് അവിടെ ഷാലോ വാട്ടർ ആയതുകൊണ്ട്, ഒത്തിരി ആഴമില്ലാത്തതുകൊണ്ട് പാലം രാമേശ്വരത്തെയും തമിഴ്നാടിനെയും കൂടെ ബന്ധിക്കുന്നതാണ് ഈ പാലം. ആ പണ്ടൊക്കെ ആണെങ്കിൽ അവിടെ അതുവഴി കപ്പൽ പോകുന്ന ചാലുണ്ട്, അതിന് മുകളിൽ റെയിൽവേ ലൈൻ പോകുന്നത്. കപ്പൽ വരുമ്പോഴൊക്കെ ഈ പാളം ഉയർത്താറുണ്ട്. അവിടെ ഗാർഡായിരുന്ന ഒരുത്തൻ, അവൻ രാവിലെ ദൈവത്തിന് സ്തോത്രം ഒരു ദിവസം അവിടെ ഉയർത്തി കപ്പൽ കടന്നുപോയി. അതിനുശേഷമായിട്ട് ട്രെയിനിന്റെ സമയമായപ്പോഴത്തേനും ചക്രം കറക്കി പാളം നേരെയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ 9 വയസ്സുകാരൻ്റെ ഒരു കുട്ടി രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് വരുന്നത്. അപ്പൻ ഈ കഠിനാധ്വാനം ചെയ്യുന്ന കണ്ടിട്ട് അവൻ ആകപ്പാടെ ദൈവത്തിന്റെ സ്തോത്രം അപ്പനെ സഹായിക്കാനായിട്ട് അവനും കൂടി ചക്രത്തിന്റെ അടുന്ന് തിരിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയോ കാല് വഴുതി ചക്രത്തിനകത്ത് പോയി. ദൈവത്തിന് സ്തോത്രം. ഈ അപ്പൻ എന്ത് ചെയ്തു? പുറമോട്ട് ചക്രം തിരിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം പാളം മുകളിലോട്ട് പൊങ്ങും. ഓടി വരുന്ന ട്രെയിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടും, ആയുധങ്ങൾ നശിക്കും. അതുകൊണ്ട് താൻ എന്ത് ചെയ്തു? മകന്റെ മരണം താൻ ആ വേദനയുടെ നിലവിളിയുടെ ശബ്ദമൊന്നും അതൊന്നും കണക്കിലെടുക്കാതെ വേണം ചക്രം തിരിച്ച് പാളം നേരെയാക്കി. ഉടനെ തന്നെ ട്രെയിൻ വന്നു. ദൈവത്തിന്റെ സ്തോത്രം. ട്രെയിൻ കടന്നുപോയതിനു ശേഷം ചക്രം തിരിച്ചു ഇറക്കി തന്റെ മകന്റെ ശരീരാവയവങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം അതെടുത്ത് പൊട്ടിക്കരഞ്ഞു. ആ പാമ്പൻ പാലത്തിന്റെ മുമ്പിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മനുഷ്യൻ, മധ്യവയസ്കനായ ഒരു മനുഷ്യൻ ചോര ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അതിന്റെ അവയവഭാഗങ്ങളുമായിട്ട് പൊട്ടിക്കരയുന്ന ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദരിക്കുക മാത്രമല്ല, അതിന്റെ ഓർമ്മയ്ക്കായിട്ട് എന്നും ഓർമ്മയായിരിക്കേണ്ടതിന് വേണ്ടി ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. അല്ലെ? ദൈവത്തിന് സ്തോത്രം ചെയ്യും. അങ്ങനെയെങ്കിൽ ത്യാഗപൂർണമായ ഒരു കാര്യമായിരുന്നല്ലോ തന്റെ മകൻ. ദൈവത്തിന് സ്തോത്രം. തന്റെ മകനെ നമുക്ക് വേണ്ടി തന്നു എന്നത് ഓർക്കുമ്പോൾ നമുക്ക് എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നാം കടപ്പെട്ടവരാണെന്നുള്ള കാര്യം ഒരിക്കലും അപ്പം മറക്കരുത്. ദൈവത്തിന്റെ സ്നേഹം അത് അൺകണ്ടീഷണലാണ്, അത് സാക്രിഫിഷ്യലാണ്. ദൈവത്തിന്റെ സ്തോത്രം മനഃപൂർവ്വമായി ക്ഷമിക്കുന്ന ഒരു സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ആണ് ഞാൻ നിങ്ങളൊക്കെ ആയിരിക്കേണ്ടത് എന്നുള്ള കാര്യം അവർക്ക്. ഈ ദൈവസ്നേഹത്തിൽ നിന്നുമാണ് നമ്മെ ദൈവത്തിന്റെ സ്തോത്രം, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കുന്നതാണ്. അല്ലെ? എന്നിട്ട് ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളോട് പറയുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഒത്തിരി വിസ്തരിക്കുന്നില്ല. ഷാൽ ട്രിബുലേഷൻ സെപ്പറേറ്റ് us from the love of God? ദൈവത്തിന്റെ സ്തോത്രം. കട്ടതയ്ക്ക് എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുമോ? ദൈവത്തിന്റെ സ്തോത്രം. കട്ടത വന്നാൽ അതെന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുമോ? കട്ടതയ്ക്ക് വാസ്തവത്തിൽ അതിന്റെ ലാറ്റിൻ പദം എന്ന് പറയുന്നത് ട്രിബുലാരി എന്ന് പറയുന്ന ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ട്രിബുലാരി. ഇതിന്റെ അർത്ഥം ടു പ്രസ്.
പിന്നെ അടുത്തത് ഒപ്രസ്, പിന്നെ അഫ്ലിക്റ്റ്. ഇങ്ങനെ 3-4 പദങ്ങൾ അതിന് വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ട്രിബുലം എന്ന് പറയുന്ന മറ്റൊരു പദവും ലാറ്റിൻ ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ത്രഷിംഗ് ബോർഡ്, അതായത് മെതിപ്പലക എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് എ ടൂൾ യൂസ് ടു സെപ്പറേറ്റ് ഗ്രെയിൻ ഫ്രം ദ ചാഫ്, അതായത് ധാന്യം പതിരിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളതാണ്. അതിന്റെ മലയാളം പറയുമ്പോൾ അമർത്തൽ, ടു പ്രസ്, അടിച്ചമർത്തുക അല്ലെങ്കിൽ ഒപ്രസ്. പിന്നെ പീഡിപ്പിക്കുക എന്നുള്ളതിന് അഫ്ലിക്റ്റ്. ഈ പദങ്ങളൊക്കെ അതിന് അർത്ഥം കൊടുത്തിരിക്കും. ഷാൽ ട്രിബുലേഷൻ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് കഷ്ടതയ്ക്ക് എന്നെ വേർതിരിപ്പാൻ കഴിയും. നമുക്കറിയാമല്ലോ, ദാവീദിന്റെ ജീവിതം പഠിക്കുമ്പോൾ നീണ്ട 20 വർഷങ്ങൾ, 20 years ഓഫ് ഡാർക്ക്നെസ്, ഇരുണ്ട ദിനങ്ങളായിരുന്നു, ദുഃഖത്തിന്റെ ദിനങ്ങളായിരുന്നു, വേദന കടിച്ചമർത്തിയ നിമിഷങ്ങളായിരുന്നു ദാവീദിന് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, സ്വന്തം മകൻ അപ്പന് വിരോധമായിട്ട് ഒരു സെല്ലുണ്ടാക്കി അവിടെ പാർപ്പിച്ച് ദൈവത്തിന് അവിടെ വരുന്നവരെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ സ്വന്തം മകൻ അബ്സാലോം ദാവീദിന് വിപരീതമായി. നമുക്കറിയാമല്ലോ, അഹിത്തോഫെൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, അദോനിയാവിന്റെ ലഹള, സിബയുടെ വഞ്ചന, അതുമാത്രമല്ല യോവാബിന്റെ ദൈവത്തിന് സ്തോത്രം അന്യായങ്ങള്. ഇതെല്ലാം കൂടെ ഓർക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ദുഃഖത്തിന്റെ ദിനങ്ങളായിരുന്നു, കറുത്ത ദിനങ്ങളായിരുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കുന്നത് അപ്പോൾ കഷ്ടതയ്ക്ക് തന്നെ ദാവീദ് പറയുമ്പോൾ, മരണവാസികൾ എന്നെ ചുറ്റി പാതാളവേദനയിൽ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചെന്നാണ്. നീയല്ലോ യഹോവേ എന്നെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രം. അപ്പൊ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും തളർന്നു പോകരുത്, അല്ലെ? നമുക്കറിയാം, ഷേക്സ്പിയറിന്റെ ഏർത്തനം ദൈവത്തിന് സോറോസ് കം നോട്ട് ആസ് ഇൻ സിംഗിൾ പീസ് ബട്ട് ഇൻ ബറ്റാലിയൻസ് എന്നാ പറഞ്ഞിരിക്കും. അതായത് ദുഃഖങ്ങൾ വരുന്നത് ഒറ്റയാന്മാരായിട്ടല്ല, പടക്കൂട്ടങ്ങളായിട്ടാണ് വരുന്നത്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. നമുക്കറിയാം, കടപ്പുറത്ത് നമ്മൾ പോകാറുണ്ടല്ലോ. നമ്മള് ഒരുത്തൻ കടൽ കുളിക്കാൻ പോയി, അവനിങ്ങനെ തിര അടങ്ങിട്ട് കുളിക്കാമെന്ന് വെച്ച് ഇങ്ങനെ സാവകാശത്തിയിരുന്നു. പക്ഷെ ഒരു തിര കഴിയുമ്പോൾ അടുത്ത തിര, അത് കഴിയുമ്പോൾ മറ്റൊരു തിര, ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ദൈവത്തിന് സ്തോത്രം തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊന്നും ഒരിക്കലും ക്ഷീണിച്ചു പോകല്ലേ, മരവിച്ചു പോകല്ലേ. കർത്താവ് നമ്മോടുകൂടി ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. ഞാൻ നിങ്ങൾക്ക് സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള റെവലേഷൻ, വെളിപ്പാട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവണമെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. തിരമാല കണ്ട് ഭയപ്പെടേണ്ടവരായിട്ടല്ല, മറിച്ച് കർത്താവ് നമ്മോടുകൂടി ഉണ്ട്. അവന് ഒപ്പം പറയാൻ ഒരാളുമില്ലല്ലോ, അവനെ പോലെ ഒരു ആരാധ്യനായിട്ട് ആരുമില്ലല്ലോ. ഞാൻ നിങ്ങളുമൊക്കെ നേരിടുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, നിലനിർത്തുന്നവൻ ദൈവമാണ്. ആ ദൈവത്തിൽ നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നവനായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൽ ശരണപ്പെടുക എന്നുള്ളത് അതിപ്രധാനമായ കാര്യമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നതാ ദൈവത്തിന് സ്തോത്രം. ഒന്നിനു പുറകെ ഒന്നായിട്ട് തിരമാലകളൊക്കെ വരുമ്പോൾ നമ്മൾ ഓർക്കും, അല്ലേ? നമ്മളെ പാടുമല്ലോ, ഒരു പാട്ടുണ്ടല്ലോ, ഒരു കാറ്റും അടങ്ങാതിരിക്കത്തില്ല, ജീവിതത്തിൽ നേരെ അടിച്ചുയരുന്ന കാറ്റുകൾ അടങ്ങും, ഒരു കാറ്റും അടങ്ങാതിരിക്കത്തില്ല, എല്ലാ കാറ്റും അടങ്ങും, ഒരു മഴയും തോരാതിരിക്കത്തില്ല. മഴ തുടങ്ങുമ്പോൾ അവർക്ക് ദൈവമേ മഴ തോരത്തില്ലയോ? കേരളത്തിലൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ മഴയായിരുന്നു. ദൈവത്തിന് പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര മഴ. എങ്ങനെയാ മഴ തോരത്തില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഒരു മഴയും തോരാതിരിക്കത്തില്ല, ഒരു കാറ്റും അടങ്ങാതിരിക്കത്തില്ല, ഒരു മുറിവുകളും ചുമ്മാന ഒരു മുറിവുകൾ ഉണങ്ങാതിരിക്കത്തില്ല, എല്ലാ മുറിവുകളും ഉണങ്ങും, അല്ലെ? ഒരു രാവും പുലരാതിരിക്കത്തില്ല, അല്ലെ? പ്രിയപ്പെട്ടവരെ ഐസിയുലാക്കിയിട്ട് ഞാൻ നിങ്ങളുമൊക്കെ കാത്തിരിക്കും. നമ്മൾ ഓർക്കും 12 മണിയായി, 1 മണിയായി, 2 മണിയായി, നമ്മൾ ഓർക്കും ഈ രാവ് പുലരത്തില്ലയോ? ദൈവത്തിന് സ്തോത്രം. പക്ഷേ 2, 3, 4, 5, 6, അല്ലെ? ഒരു രാവും പുലരാതിരിക്കത്തില്ല, എല്ലാ രാവും പുലരും. എല്ലാ വേദനകളും മാറും, എല്ലാ ദുഃഖങ്ങളും മാറും, എല്ലാ കഷ്ടങ്ങളും മാറും. ദൈവത്തിന് സ്തോത്രം ചെയ്യും. പൗലോസ് പറയുകയാണ്, who shall separate us from the love of God? ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ വേർതിരിക്കണം. ഷാൽ ട്രിബുലേഷൻ, കഷ്ടതയ്ക്ക് തന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരിക്കലും മടന്നു പോകുന്നു. കൊളംബസ് ഇന്ത്യ കണ്ടുപിടിച്ചെന്നൊക്കെ അമേരിക്ക കണ്ടുപിടിച്ചെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൊളംബസ് തന്റെ ഡയറി കുറിപ്പ് രാവിലെ എഴുതും,
ചിലപ്പോഴൊക്കെ വളരെ ക്ഷീണമാണ്, തിരമാലകളൊക്കെ വളരെ ശക്തമാണ്, കാറ്റൊക്കെ അടിക്കാറുണ്ട്, ചിലപ്പോൾ നല്ല വെള്ളം കിട്ടിയില്ലെന്ന് വരും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ രാവിലെ ഡയറി എഴുതും, ആൻഡ് ഓൺ ദിസ് ഡേ വി സെയിൽഡ്. ഇന്നും രാവിലെ ഞാൻ യാത്ര മുടങ്ങിയില്ല, യാത്ര ദൈവത്തിന് ചെയ്തു എന്നാണ് എഴുതി വെക്കുന്നത് ദൈവത്തിന്. ആൻഡ് ദിസ് ഡേ വി സെയിൽഡ്. അല്ലെ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ നടുവിലൊന്നും മനസ്സ് മരവിച്ചു പോകരുത്. ഞാൻ നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെപ്പോലെ ഒരു ആരാധ്യനായിട്ട് ആരുമില്ല. അപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹത്തെ നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പിന്നെ ലിസ്റ്റാ പറഞ്ഞിരിക്കുന്നത്, സങ്കടമോ? സങ്കടത്തിന് ഡിസ്ട്രസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തങ്ങളുടെ ഞെരുക്കങ്ങളിൽ ദൈവത്തിന്റെ സ്തോത്രം യഹോവയോട് നിലവിളിച്ചു. അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അല്ലെ, ഞെരുക്കത്തിന് വിടുതൽ നൽകുന്നവനാ, വിടുവിക്കുന്നവനായ ദൈവമാണ്. ഡിസ്ട്രസ് ആട്ടെ, സങ്കടമോ, ഉപദ്രവവും, ഒറ്റപ്പെട്ടൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അല്ലെ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാടോ, ലിസ്റ്റാ കൊടുത്തിരിക്കുന്നു. അല്ലെ, അത് മാത്രമല്ല, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ നമ്മെ എണ്ണുന്നു, നാമോ നമ്മെ ലിസ്റ്റ്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പക്ഷെ സമയത്തിന് പരിമിതി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നാമോ നമ്മെ സ്നേഹിച്ചത് മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണമായ ജയം ദൈവത്തിന് സ്വന്തം പ്രാപിക്കുന്നു. അത് മാത്രമല്ല, പിന്നെ പറഞ്ഞിരിക്കുന്ന മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിന് വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ജീവിതം മുഴുവൻ പ്രതിബന്ധമാകട്ടെ, ഇരുണ്ട് കിടന്നാലും അതിന്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം നമ്മെ നടത്തുവാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളുമൊക്കെ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നും അങ്ങ് ഇരുണ്ട് കിടക്കത്തില്ല, എന്നും ഇങ്ങനെ അന്ധകാരത്തിലായിരിക്കത്തില്ല, എന്നും കഷ്ടത്തിലാകത്തില്ല. ഇതിനെല്ലാം ഉദാഹരണം ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കും കർത്താവാണ്. നമുക്കറിയാമല്ലോ, എഫെസ്യലേഖനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമുക്ക് പോരാട്ടമുള്ള ജനരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ് ദൈവത്തിന്റെ സ്തോത്രം. അല്ലെ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്തൊരു കോൺക്രീറ്റ്! താൻ തന്നെ ചോദിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന് വേർതിരിപ്പാൻ കഴിയുന്ന ആരെന്ന് ചോദിച്ചിട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷനിൽ ഞാൻ എത്തുക. ഇവയൊന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിനും വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മരവിച്ചു പോകാതെ, ക്ഷീണിച്ചു പോകാതെ പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എന്റെ ഉപനിധിയാണ്, ആ ദിവസം വരെ എന്നെ കാക്കുമെന്നാണ് ദൈവം. അവസാന നിമിഷം വരെ കാക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഈ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നയിക്കപ്പെടുന്നവരായി ജീവിതത്തിൽ എന്തെല്ലാം പ്രതിബന്ധങ്ങൾ നേരിട്ടാൽ അതിന്റെ ഒന്നും നടുവിൽ മനസ്സ് ക്ഷീണിച്ചു പോകുക. ഇവയൊന്നും കർത്താവായ ദൈവസ്നേഹത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ വേർതിരിപ്പാൻ കഴിയുകയില്ല. ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഉറപ്പും ദൈവത്തിന് സ്തോത്രം ധൈര്യമുള്ളവരായിരിക്കാം, കുലുങ്ങാത്തവരായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുമെന്നുള്ളതായ ആ പ്രതിജ്ഞയോടുകൂടെ മുൻപോട്ട് പോകുവാനായിട്ട് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇങ്ങനെ അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസനും സഭയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാവിടുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവിക സന്ദേശം ഇന്ന് ഈ പകൽക്കാലം കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് എന്ത് നമുക്ക് അതിനെ വേർതിരിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളോ ഉപദ്രവങ്ങളോ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നാലും കർത്താവ് നമ്മളോട് കാണിച്ച സാക്രിഫിഷ്യൽ ലവിൽ നിന്ന് നമ്മെ